ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയാണ്. ഇത് ഗ്രേവി കണ്ടാൽ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. ഇത് മുർഗ് മലായ് ചിക്കൻ കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണിത്. വളരെ ഫേമസുമാണ് ഈ കറി. ഇത് നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത്. വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവ ചീര ഉണക്കിയതാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുക. പിന്നെ 1/2 കപ്പ് തന്നെ തൈര് ചേർക്കുക. അധികം പുളിക്കാത്ത തൈരാണ് ഇതിന് ചേർക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് കോറിയാണ്ടർ ലീവ്സ് പൊടിയായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ചിക്കനുമായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് ഇത് കവർ ചെയ്യുക. അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറിന് ശേഷം എടുക്കുക. നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. ഇനി നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി 1/4 കപ്പ് കശുവണ്ടി വെള്ളത്തിൽ കുതിർത്തിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തിയതാണ് കേട്ടോ. ഒരു 30-32 കശുവണ്ടി കാണും. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ഫ്രൈ ചെയ്തത് ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 വലിയ സവാള ഫ്രൈ ചെയ്തത് ഈ ജാറിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് കശുവണ്ടി കുതിർത്തിയ വെള്ളത്തിൻ്റെ പകുതി ചേർക്കുക. 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത്. അതിൻ്റെ പകുതി വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല പേസ്റ്റാക്കി എടുക്കണം. ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളം തന്നെ കറക്റ്റായിരുന്നു. ബാക്കി വെള്ളം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. നന്നായിട്ടത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഇതിലേക്ക് ചേർത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 4-5 പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എരിവിനുള്ള പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. ഈ കറി വെള്ള നിറത്തിലിരിക്കുമെങ്കിലും കുറച്ച് സ്പൈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ പച്ചമുളകൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കുക. ജീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ എണ്ണയിൽ പൊട്ടിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കിയ അരപ്പ് ഇതിലേക്ക് ചേർക്കുക. കുതിർത്തിയ കശുവണ്ടിയും ഫ്രൈ ചെയ്ത അണിയനും കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ജാറിനുള്ളിലുള്ളത് നമുക്ക് ബാക്കി വന്ന സോക്ക് ചെയ്ത വെള്ളം ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് അടുപ്പിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോഴല്ല, പിന്നീട് നമുക്കതിൻ്റെ ആവശ്യം വരും. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതുപോലെ എണ്ണ തെളിയുന്ന സമയത്ത് നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലെ മസാലയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി പേസ്റ്റാക്കിയ അരപ്പിലെ ജാറ്
ഞാൻ 1/4 കപ്പ് വെള്ളമിട്ട് അഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/4 കപ്പും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ 1/2 കപ്പ് സാധാരണ വെള്ളം ചേർത്താലും മതിയാകും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ കുറച്ചൊക്കെ തിക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് വൈറ്റ് കളറിലുള്ള കറിയാണിത്. പക്ഷേ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടി തുറന്ന് വെച്ച് നമുക്ക് ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. വായിന്ന് വെള്ളം വരുന്നില്ലേ നിങ്ങൾക്കിത് കണ്ടിട്ട്? വളരെ ടേസ്റ്റായിട്ടുള്ള കറിയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു. നമ്മുടെ മലായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ മലായി ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഈ ചിക്കൻ കറി വളരെ ഡെലീഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നോക്കാതെ ഇരിക്കരുത്. നമുക്ക് വീണ്ടും ഇനി അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.